സ്വിറ്റ്സർലാൻഡിലേക്ക് എത്താൻ മറ്റൊരു വഴിയുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ MBBS കഴിഞ്ഞതിന് ശേഷം ആ ഡിഗ്രി വെച്ചിട്ട് സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് റെക്കഗ്നൈസേഷൻ എടുക്കാൻ പറ്റും. അതായത് യൂറോപ്യൻ യൂണിയനിൽ ബൾഗേറിയ, റൊമാനിയ, പോളണ്ട് പോലുള്ള പൈസ കുറഞ്ഞിട്ട് നമുക്ക് MBBS പഠിക്കാൻ പറ്റി ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് ഇന്ത്യൻസ് പഠിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടെ പഠിച്ചതിന് ശേഷം സ്വിറ്റ്സർലാൻഡിലെ റെക്കഗ്നൈസേഷൻ ബോഡിയായിട്ടുള്ള മെബേക്കോ അവരുടെ റെക്കഗ്നൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇന്ത്യയിൽ MBBS പഠിച്ച ആളുകളാണെങ്കിൽ ഇന്ത്യയിൽ MBBS പഠിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഇന്ത്യയിൽ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെബേക്കോ റെക്കഗ്നൈസേഷൻ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്, റെക്കഗ്നൈസേഷൻ എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ, സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യാൻ. കുറച്ച് ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയയാണ്. അപ്പോൾ ഇന്ത്യയിൽ MBBS പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് പാത്വ എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് MD അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മെബേക്കോൻ്റെ റെക്കഗ്നൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് വരാം.